SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റസ്ബറി കേക്ക് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ്. അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ ഇതിവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം എടുത്തിട്ടുള്ള ഇതേമാതിരി ഒരു ട്രേ എടുത്ത് അതിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അത് ആദ്യം റെഡിയാക്കി നമുക്ക് വെക്കണം. എന്നിട്ട് ആ ട്രേ ഇവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ കേക്കിന് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ 300 ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 4 മുട്ടയാണ് അതിനാവശ്യമായ സാധനം. 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 250 ml ഒരു കപ്പ് പാലാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 250 ml ഒരു കപ്പ് ഓയിലാണ്, കുക്കിംഗ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ കോൺഫ്ലവറാണ്. 2 സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, വലിയ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ പിന്നെ ബേക്കിംഗ് പൗഡറും വനീല പൗഡറും 1 സ്പൂൺ വനീല പൗഡറും 3 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 250 ml ആണ് ഒരു കപ്പ്. അങ്ങനെ 3 കപ്പ് മൈദ എല്ലാം കൂടി ഞാൻ ഇതിനകത്തോട്ടിട്ട് ഒരു അരിപ്പയിലിട്ട് അരിച്ച് ഇവിടെ ക്ലിയറാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ നിങ്ങളിത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ റസ്ബറിയാണ്. ഞാൻ ഇതേമാതിരി ഒരു ബൗൾ റസ്ബറി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ മുകളിൽ കേക്ക് അടിച്ചൊഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാനാണ് പിന്നെ ക്രീം ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 200 ഗ്രാം ക്രീം ചീസും 1 മുട്ടയും 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഇതിനകത്തോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് ഈ കേക്കിൻ്റെ മുകളിലോട്ട് നമുക്ക് ഡിസൈനായിട്ട് അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കേക്ക് ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. തുടങ്ങാം, വരൂ. ഞാൻ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഞാൻ ഒരു പാത്രത്തിൽ മുട്ട നമുക്ക് ഇതിലോട്ട്. പിന്നെ നമുക്ക് 300 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലതുപോലെ ഇട്ട് ക്രീമായിട്ട് 10 മിനിറ്റ് നിങ്ങൾ അടിച്ചെടുക്കണം. മുട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് ഇതിലോട്ട് അടിച്ച് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഞാനിത് കാണിച്ചു തരാം. മുട്ട കണ്ടല്ലോ ഇത് നോക്കി, നല്ലതുപോലെ ക്രീമായി നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ മുട്ട അടിച്ചെടുക്കാൻ, പഞ്ചസാരയും മുട്ടയും കൂടെ. ഇനി നമുക്ക് ഇതിലോട്ട് പാലും ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ചെറിയ സ്പീഡിട്ട് വേണം നിങ്ങൾ അടിക്കാൻ. കണ്ടല്ലോ, ചെറിയ സ്പീഡ് കൊടുത്തിട്ട് വേണം ഇനി അടിക്കാൻ. ഇനി ഓവർ സ്പീഡ് കൊടുക്കരുത്. മുട്ട ഇട്ട് അടിക്കുമ്പോൾ മാത്രം ഓവർ സ്പീഡ് കൊടുക്കണം. ഇനി നിങ്ങൾ ഇത് അടിക്കുമ്പം ഓവർ സ്പീഡ് കൊടുക്കരുത്. കണ്ടല്ലോ, ഇനി ഞാനിത് സ്പീഡ് കുറച്ചിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഒരേ സ്പൂൺ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നമ്മളെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഞാൻ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അല്പം കൂടി ഉണ്ട്. കണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഓവനിൽ വെച്ച ബ്ലൂബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ ബ്ലൂബെറി കേക്ക്. അത് ഇനി ഞാൻ ഇതിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഈ അലുമിനിയം ഫോയിലോട്ട് മാറ്റാൻ പോവുകയാണ്. ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് മാറ്റാനായിട്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനം കുറച്ച് ഐസിങ് ഷുഗർ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ച് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ഇതിലോട്ടിടാൻ പോവുകയാണ് കേക്ക്. കണ്ടല്ലോ ഈ കേക്ക് ഒരു പാടുമില്ല എടുത്തിട്ട് കണ്ട ഇതിൻ്റെ അരിവശമൊക്കെ കണ്ടല്ലോ എങ്ങനെ കേക്ക് കണ്ടല്ലോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഐസിങ് ഷുഗറാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലേശ ഐസിങ് ഷുഗർ ഒരു ഡെക്കറേഷന് വേണ്ടി നമുക്ക് ഇതിലോട്ട് അരിച്ചിട്ട് കൊടുക്കണം. കണ്ടല്ലോ ഇതാണ് ബ്ലൂബെറി കേക്ക്. കണ്ട മതി, ഇത്രയും മതി. ഒരുപാട് ആവശ്യമില്ല, ഒരു ആവശ്യത്തിന് കുറച്ച് മാത്രം നമുക്ക് അരിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം.
നിങ്ങൾ എല്ലാവരും ഈ കേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ ആരും ഉണ്ടാക്കാതിരിക്കരുത്.